അപ്പോൾ ക്രോഷറ്റ് സ്കേർട്ടിൻ്റെ ലാസ്റ്റായിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം ഇതിലുള്ള സ്കേർട്ടിൽ കൊടുത്ത് വെള്ള ഫ്ലവറും ടോപ്പിൽ കൊടുത്ത് റെഡും എങ്ങനെയാണെന്നുള്ളത് സാധാ യാണിൽ ഞാൻ കാണിക്കാമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിഡിയിൽ കൊടുത്ത വെൽവെറ്റ് യാൺ വെച്ച് ചെയ്തത് ക്യാമറയിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വൈറ്റ് യാൺ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം മാജിക് റിങ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു നോട്ട് പോലെ ഇങ്ങനെ നൂലിങ്ങനെ തിരിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയി യാണിനെ ഗ്രാബ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. 2 3. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് യാൺ ഓവർ ചെയ്ത് റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് എടുത്തു, അതിലൂടെ യാണിനെ ഗ്രാബ് ചെയ്ത് അതിലൂടെ തന്നെ എടുത്തിട്ട് ഇപ്പോൾ 3 ലൂപ്പുണ്ട്. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആ യാണിനെ പുറത്തേക്ക് എടുക്കുക. പിന്നെ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുക്കുക. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായി. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തു, അതിലൂടെ എടുത്തു, യാൺ ഓവർ ചെയ്തു, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യം എടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുക്കുക. ബേസിക് സ്റ്റിച്ചസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടാലും മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ടെയിൽ ഭാഗം പിടിച്ചൊന്ന് വലിക്കുക. അപ്പോൾ ഒരു ഹാഫ് സർക്കിളാവും. ഇനി ബാക്കി സ്റ്റിച്ചസൊക്കെ ആ ഹോളിൽ കൂടെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിലൂടെ ഹുക്കിട്ട് പുറത്തുനിന്ന് യാണിനെ വലിച്ച് ഉള്ളിലൂടെ എടുത്ത് സ്ലിറ്റ് സ്റ്റിച്ചിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി യാണ് കട്ട് ചെയ്ത് ഹുക്ക് മെല്ലെ വലിച്ച് സ്റ്റിച്ചൊന്ന് ടൈറ്റ് ചെയ്യാം. ഈ ഒരു ഫ്ലവറാണ് വെൽവെറ്റ് യാണിൽ മിഡിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. എന്നിട്ടത് വേറെ ഹൈഡ് ചെയ്ത് വെച്ചൊന്നുമില്ല. ആ 2 യാണിൻ്റെ 2 ടെയിലും ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെയാണ് അതിൽ സ്റ്റിച്ച് ചെയ്തത്. ഇനി ടോപ്പിൽ കൊടുത്ത ഫ്ലവറിൻ്റെ റെഡ് യാൺ എടുത്തു. നേരത്തെ ചെയ്ത പോലെ ഒരു മാജിക് റൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ലീഫല്ല പെറ്റൽസ് റെഡ് കൊണ്ട് ചെയ്തത്. അതിനായിട്ട് റെഡ് യാണൊന്ന് ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ ഈ റൗണ്ട് എടുത്തു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയി ആ റെഡ് യാണിന് ഇങ്ങനെ പിടിക്കണം. ബേക്കിൽ യാണിന് ഉള്ളിലൂടെ പ്രവശത്തേക്ക് എടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. 2 3 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് സെയിം ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ കേട്ടോ താഴെ. ഇനി 3
ഡബിൾ ക്രോഷ്യ, ഇനി 4, 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ആ ഹോളിൽ കൂടെ തന്നെ കൊണ്ടുപോയി ഉള്ളിലൂടെ ആണിനെടുത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ച്, തൊട്ടടുത്ത സ്റ്റിച്ചല്ല, അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് സ്ലിപ്സ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്തു. വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. നേരത്തെ പോലെ തന്നെ സെയിം സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത ശേഷം 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് ആ പെറ്റൽ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്നത് യാണിനെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് താഴത്തെ ഹുക്കിൻ്റെ താഴെയുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം. ഇനി ഒന്നിടവിട്ട് ചെയിൻ സ്റ്റിച്ചിലൂടെ സെയിം ലാസ്റ്റ് വരെ ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് ചെയ്യേണ്ട, അതിൻ്റെ തൊട്ടടുത്തുള്ളതിലേക്ക് ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങാണ്. ഇനി നേരത്തെ പോലെ തന്നെ 4 ചെയിൻ സ്റ്റിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റത്തെ പെറ്റലും ചെയ്ത് കഴിഞ്ഞു. അതിനെയും ലാസ്റ്റ് 4 ചെയിൻ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ പെറ്റലിനെ ഫസ്റ്റ് ചെയ്ത പെറ്റലിനെ ഇട്ടൊന്ന് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് പുറകുവശത്തുനിന്ന് ഹുക്ക് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലൂടെ ഉള്ളിലേക്കിട്ട് ആ ലൂപ്പിന് ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഹുക്ക് നല്ല വലിക്കുമ്പോൾ അയാണ് വരും. എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് ബാക്കിൽ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിട്ട് കൊടുത്തിട്ട് ബാക്കി വന്ന യാണിനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പിന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് വെൽവെറ്റ് യാൺ കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ. ഇനി അത് കാണിക്കാം. അപ്പോൾ ടോപ്പിലുള്ള ബ്ലാക്ക് ഫ്ലവർ ഞാൻ പറിച്ച് മാറ്റിയിട്ട് ഈ റെഡ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. വെൽവെറ്റ് യാണിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ മിഡിയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലവറിൽ ചെയ്തില്ലെങ്കിലും വൈറ്റ് മുത്താണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മുത്ത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സൂചി കൊണ്ട് തുന്നിയെടുക്കുക ചെയ്താൽ മതി.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെയുള്ള മിടികളും ഉടുപ്പും അതുപോലെ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സാധാ യാണ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.